വിഷാദം തോന്നുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആരുമില്ലാത്ത അവസ്ഥയിൽ നിങ്ങൾ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? എനിക്ക് അന്ന് ആരുമുണ്ടായിരുന്നില്ലെങ്കിലും പടച്ചവൻ്റെ കാരുണ്യവും തവക്കുലും കൊണ്ട് ഞാൻ അതിജീവിച്ചു. തളർന്നിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി മാത്രം എൻ്റെ ജീവിതം മാറാൻ സഹായിച്ച ചില സത്യങ്ങൾ. അസ്സലാമു അലൈക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വളരെ ഹൃദയത്തോട് ചേർന്നുള്ള കാര്യമാണ്. ജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ ചുറ്റും ആളുകൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ വല്ലാതെ തനിച്ചാണെന്ന് തോന്നും. ആ നിമിഷങ്ങളിൽ മനസ്സ് ഭാരപ്പെടുകയും എന്തിനെന്നല്ലാതെ ഒരു വിഷാദം നമ്മളെ പിടികൂടുകയും ചെയ്യാറുണ്ട്. ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. നമ്മളെ കേൾക്കാൻ, നമ്മളെ ചേർത്ത് പിടിക്കാൻ അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. എൻ്റെ അനുഭവം, ഒറ്റപ്പെടലിൻ്റെ നിമിഷങ്ങൾ. ഞാനും ആ അവസ്ഥയിലൂടെ കടന്നുപോയ ആളാണ്. ഒരുപക്ഷെ പുറമേ കാണുന്നവർക്ക് ഞാൻ സന്തോഷവതിയാണെന്ന് തോന്നിയേക്കാം. എന്നാൽ എൻ്റെ മനസ്സിൽ ഒരു വലിയ ശൂന്യത ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും മനസ്സിൽ എന്തോ ഒന്ന് കുറവാണെന്ന് തോന്നി. ഒറ്റപ്പെടൽ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ആ സമയത്താണ് ഞാൻ അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ തുടങ്ങിയത്. നമ്മുടെ സങ്കടങ്ങൾ ആരോടും പറയാൻ പറ്റാത്തപ്പോൾ അത് പടച്ചവനോട് മനസ്സ് തുറന്നു പറയുക എന്നതാണ് ഏറ്റവും വലിയ മരുന്ന് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ ചെയ്തത് വളരെ ലളിതമായ കാര്യങ്ങളാണ്, പക്ഷേ അത് എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഒന്നാമതായി തവക്കുൽ. എനിക്ക് എന്ത് സംഭവിച്ചാലും അത് എൻ്റെ പടച്ചവൻ തീരുമാനിച്ചതാണ്. അതിൽ എനിക്ക് നന്മ മാത്രമേയുള്ളൂ എന്ന ഉറച്ച വിശ്വാസം ഞാൻ മനസ്സിൽ വളർത്തി. രണ്ടാമതായി ഞാൻ എപ്പോഴും പടച്ചവനുമായി സംസാരിക്കാൻ തുടങ്ങി. 5 നേരത്തെ നിസ്കാരം ഒരു വെറും ചടങ്ങല്ല, എൻ്റെ മനസ്സ് ഇറക്കി വെക്കാനുള്ള ഒരിടമായി ഞാൻ മാറ്റി. നമസ്കരിക്കുമ്പോൾ എൻ്റെ എല്ലാ സങ്കടങ്ങളും ഞാൻ അല്ലാഹുവിനോട് പങ്കുവച്ചു. അപ്പോൾ കിട്ടിയ ആ ഒരു സമാധാനം വാക്കുകൾക്ക് അതീതമാണ്. വിഷാദം തോന്നുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, 1. നമ്മുടെ മനസ്സിനെ എപ്പോഴും നല്ല കാര്യങ്ങളിൽ മുഴുകി നിർത്തുക. ഞാൻ എൻ്റെ ഹോബികളായ പാചകവും തുന്നലും എല്ലാം അതിനായി ഉപയോഗിച്ചു. മറ്റൊന്ന്, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്ന് നോക്കാതെ അല്ലാഹു എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന ബോധത്തിൽ ജീവിക്കുക. ഒറ്റപ്പെടൽ അനുഭവപ്പെടുമ്പോൾ അതൊരു ശാപമായി കാണാതെ പടച്ചവനെ ഓർക്കാനുള്ള അവസരമായി കാണുക. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പടച്ചവൻ നിങ്ങളെ നോക്കി ചിരിക്കുന്നുണ്ട്. നിങ്ങളുടെ കണ്ണുനീർ അവൻ കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുക. വിഷാദത്തിൻ്റെ തടവറയിൽ നിന്ന് പുറത്തുവരാൻ പ്രാർത്ഥനകൾക്കൊപ്പം തന്നെ ചില ചെറിയ കാര്യങ്ങൾ കൂടി നമ്മൾ ശീലിക്കണം. ഒന്നാമതായി, നിങ്ങളുടെ മനസ്സിനെ അമിതമായി ഭാരപ്പെടുത്തുന്ന ചിന്തകളിൽ നിന്ന് വിട്ടു നിൽക്കുക. അതിനായി ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം വായിക്കുകയോ പാചകം ചെയ്യുകയോ അല്ലെങ്കിൽ തുന്നൽ പോലെയുള്ള നിങ്ങൾക്ക് താല്പര്യമുള്ള ഹോബികളിൽ സമയം ചെലവഴിക്കുകയോ ചെയ്യുക. രണ്ടാമതായി, എല്ലാ ദിവസവും വെളിച്ചം ലഭിക്കുന്ന ഒരിടത്ത് അല്പനേരം ഇരിക്കുകയും നടക്കുകയും ചെയ്യുക. ഇത് മനസ്സിന് വലിയ ഉന്മേഷം നൽകും. മൂന്നാമതായി, നിങ്ങളുടെ സങ്കടങ്ങൾ ഉള്ളിൽ വെച്ച് പുകയ്ക്കുന്നതിന് പകരം വിശ്വസ്തരായ പ്രിയപ്പെട്ടവരോട് അത് പങ്കുവെക്കാൻ മടിക്കരുത്. ഏറ്റവും പ്രധാനമായി, ചെറിയ ചെറിയ നേട്ടങ്ങളെപ്പോലും അഭിനന്ദിക്കാൻ പഠിക്കുക. ഇന്നത്തെ ദിവസം ഞാൻ സന്തോഷമായിരുന്നു എന്നത് തന്നെ വലിയൊരു വിജയമായി കാണുക. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ ഈ വിഷാദത്തിൽ നിന്നും പുറത്തു കടക്കാൻ പടച്ചവൻ തന്നെ വഴികൾ കാണിച്ചു തരും. ജീവിതത്തിലെ ഓരോ പ്രതിസന്ധിയും നമുക്ക് പടച്ചവൻ നൽകുന്ന പാഠങ്ങളാണ്. പലപ്പോഴും നമ്മൾ ഒന്നിനെയും ഭയപ്പെടുന്നത് അത് നമ്മളെ തകർക്കുമെന്ന് കരുതിയാണ്. എന്നാൽ ഓരോ അനുഭവവും നമ്മളെ കൂടുതൽ കരുത്തരാക്കുകയാണ് ചെയ്യുന്നത്. കണ്ണീർ വരാതെ ചിരിയുടെ വില നമ്മൾ മനസ്സിലാക്കില്ല. അതുപോലെ കഷ്ടപ്പാടുകൾ അനുഭവിക്കാതെ സുഖത്തിൻ്റെ മധുരം നമ്മൾ അറിയുകയുമില്ല. നമ്മുടെ വിധിയിൽ മാറ്റങ്ങൾ വരുത്താൻ പടച്ചവന് സാധിക്കും. ആ ഉറച്ച വിശ്വാസം മനസ്സിൽ സൂക്ഷിക്കുക. മറ്റുള്ളവരുടെ വാക്കോ പ്രവൃത്തിയോ നമ്മളെ വേദനിപ്പിക്കുമ്പോൾ അതെല്ലാം ഒരു ചെറിയ പരീക്ഷണം മാത്രമാണെന്ന് കരുതി പുഞ്ചിരിയോടെ നേരിടാൻ പഠിക്കുക. നമുക്ക് ചുറ്റുമുള്ളവർ നമ്മളെ മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ വിഷമിക്കേണ്ട.
നമ്മളെ ഏറ്റവും നന്നായി മനസ്സിലാക്കുന്ന പടച്ചവൻ നമുക്ക് കൂടെയുണ്ടല്ലോ എന്നത് മതി നമ്മുടെ മനസ്സിന് സമാധാനം ലഭിക്കാൻ. ഇന്നലകളിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാതെ ഇന്നത്തെ ഓരോ നിമിഷവും പടച്ചവൻ്റെ അനുഗ്രഹമായി കണ്ട് കൃതജ്ഞതയോടെ ജീവിക്കാൻ ശീലിക്കുക. ഓർക്കുക, നിങ്ങളെ ഏറ്റവും നന്നായി അറിയുന്നവൻ പടച്ചവനാണ്. അതിനാൽ നിങ്ങളെ അവൻ ഒരിക്കലും കൈവിടുകയില്ല. നമ്മൾ എത്ര അകന്നു പോയാലും എത്ര തെറ്റുകൾ ചെയ്താലും നമ്മളെ കാത്തിരിക്കുന്നവനാണ് അല്ലാഹു. അവൻ്റെ കാരുണ്യം സമുദ്രത്തേക്കാൾ വിശാലമാണ്. ഒരു അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹത്തേക്കാൾ 1000 മടങ്ങ് സ്നേഹം നമുക്ക് നൽകുന്നവനാണ് നമ്മുടെ രക്ഷിതാവ്. നമ്മൾ ഒറ്റപ്പെടലിൻ്റെ ഇരുട്ടിൽ തളർന്നിരിക്കുമ്പോൾ ആരും കാണാത്ത നമ്മുടെ കണ്ണുനീർ പോലും അവൻ കാണുന്നുണ്ട്. അല്ലാഹുവിലുള്ള തവക്കുൽ എന്നത് വെറുമൊരു വാക്കല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ കടിഞ്ഞാൺ ആ വലിയ ശക്തിയുടെ കൈകളിൽ സുരക്ഷിതമായി ഏൽപ്പിക്കുന്നതാണ്. നാളെ എന്ത് സംഭവിക്കുമെന്ന് പേടിച്ച് ഇന്നത്തെ സമാധാനം കളയുന്നതിന് പകരം എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട്, അവൻ എനിക്ക് നന്മയെ വരുത്തൂ എന്ന് ഉറച്ചു വിശ്വസിക്കുക. നമ്മൾ ഒരു വഴി അടഞ്ഞു എന്ന് കരുതുമ്പോൾ നമ്മൾ കാണാത്ത വഴികൾ അവൻ നമുക്കായി ഒരുക്കി വെച്ചിട്ടുണ്ടാകും. നമ്മൾ അവൻ്റെ അടുത്തേക്ക് ഒരു ചുവട് നടന്നാൽ അവൻ നമ്മുടെ അടുത്തേക്ക് 10 ചുവട് വരുന്നു. അതിനാൽ നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം അല്ലാഹുവിൽ തവക്കുൽ വെച്ച് അവനിൽ ഏൽപ്പിക്കുക. ആ വലിയ കാരുണ്യത്തിന് മുന്നിൽ ഒരു പ്രശ്നവും വലുതല്ല. നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ സംരക്ഷിക്കുന്ന ആ റബ്ബിൻ്റെ തണലിൽ നിങ്ങൾക്ക് പൂർണ്ണമായ സമാധാനം ലഭിക്കും. നമ്മുടെ സങ്കടങ്ങളുടെ ആഴം നമ്മളെക്കാൾ നന്നായി അറിയുന്നത് അല്ലാഹുവാണ്. മനുഷ്യർ നമ്മളെ തെറ്റിദ്ധരിച്ചേക്കാം, അല്ലെങ്കിൽ അവഗണിച്ചേക്കാം. എന്നാൽ പടച്ചവൻ ഒരിക്കലും നമ്മളെ കൈവിടില്ല. അവൻ്റെ കാരുണ്യം എത്രത്തോളമെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. നമ്മൾ എത്രത്തോളം അവനിലേക്ക് അടുക്കുന്നുവോ അത്രത്തോളം അവൻ നമ്മളെ ചേർത്ത് പിടിക്കുന്നു. പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് നമ്മളെ പരീക്ഷിക്കാനാണ്. എന്നാൽ ആ പരീക്ഷണങ്ങൾക്കിടയിലും അവൻ നമുക്ക് നൽകുന്ന ആശ്വാസത്തിൻ്റെ തണൽ വളരെ വലുതാണ്. തവക്കുൽ എന്നാൽ നമ്മുടെ കാര്യങ്ങൾ അല്ലാഹുവിലേക്ക് പൂർണ്ണമായി വിട്ടുകൊടുക്കുക എന്നതാണ്. നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ പരിശ്രമിക്കുക, ബാക്കി അവൻ നോക്കിക്കൊള്ളും എന്ന വിശ്വാസം മനസ്സിൽ ഉറപ്പിക്കുക. നാളെ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് പേടിക്കാതെ ഇന്ന് എനിക്ക് നന്മ ചെയ്യാനാവുമെന്ന് കരുതി ജീവിക്കുക. പടച്ചവൻ തീരുമാനിച്ചത് എന്തു തന്നെയായാലും അതിൽ നമുക്ക് ഒരു കണക്കിൽ നന്മ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് വിശ്വസിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനം മറ്റെവിടെ നിന്നും നമുക്ക് കിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് നമ്മുടെ വേദനകളെക്കുറിച്ചും അതിജീവനത്തെക്കുറിച്ചുമാണ്. ഓർക്കുക, നിങ്ങൾ നേരിടുന്ന ഈ വിഷാദമോ ഒറ്റപ്പെടലോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല, മറിച്ച് അതൊരു പുതിയ തുടക്കമാണ്. നമ്മൾ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഓരോ നിമിഷവും അല്ലാഹുവിൻ്റെ ഒരു അനുഗ്രഹമായി കാണുക എന്നതാണ് ഏറ്റവും വലിയ വഴി. ഇന്നലകളിലെ വീഴ്ചകളെക്കുറിച്ചോർത്ത് ദുഃഖിച്ചിരിക്കാതെ ഇന്ന് എനിക്ക് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് ചിന്തിക്കുക. നമ്മൾ പടച്ചവനെ വിട്ടുപിരിയാതിരിക്കുകയും അവൻ എനിക്ക് നന്മയെ വരുത്തൂ എന്ന ഉറച്ച ബോധ്യത്തോടെ മുന്നോട്ട് നീങ്ങുകയും ചെയ്താൽ ഏതൊരു ഇരുട്ടിനെയും വെളിച്ചമാക്കി മുന്നേറാൻ നമുക്ക് സാധിക്കും. നിങ്ങളുടെ ചിന്തകൾ മാറ്റിപ്പിടിക്കുക. ചെറിയ ചെറിയ സന്തോഷങ്ങളെ കണ്ടെത്തുക. മറ്റുള്ളവർക്ക് വേണ്ടി നല്ല വാക്ക് പറയുക. നിങ്ങളിലെ പ്രകാശം കെട്ടുപോകാൻ അനുവദിക്കരുത്. കാരണം നിങ്ങളെപ്പോലെ തന്നെ മറ്റൊരാളും ഒറ്റപ്പെട്ടിരിക്കാം. അവർക്ക് കൈത്താങ്ങായി മാറാൻ പടച്ചവൻ നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ടാകും. അതുകൊണ്ട് തളരാതെ പടച്ചവനിൽ ബരമേൽപ്പിച്ച് ആത്മവിശ്വാസത്തോടെ ജീവിക്കുക. നിങ്ങളുടെ ജീവിതം മനോഹരമാണ്. അമനോഹാരിത വീണ്ടെടുക്കാൻ ഇന്നു മുതൽ നിങ്ങൾ തയ്യാറാവുക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഞാൻ ഇന്ന് ഇവിടെ നിന്ന് ഇതെല്ലാം പറയുന്നത് ഒരു പുസ്തകം വായിച്ചോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞതെന്നോ അല്ല. എനിക്ക് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. ഒറ്റപ്പെട്ട ആ ഇരുണ്ട കാലഘട്ടങ്ങളിൽ, തളർന്നു പോയ നിമിഷങ്ങളിൽ ഞാൻ തന്നെ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളാണ്. പടച്ചവനെ മുറുകെ പിടിച്ച് പതുക്കെ പതുക്കെ ഈ വിഷാദത്തിൽ നിന്ന് പുറത്തു വന്നത്. എൻ്റെ അനുഭവങ്ങൾ നിങ്ങളിലേക്ക് പകരുമ്പോൾ ആ വേദനയുടെ ആഴം എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ വാക്കുകൾക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ ചൂടുണ്ടാകും. ആരും കാണാതെ കരഞ്ഞതും ഒറ്റയ്ക്ക് പടച്ചവനോട് സംസാരിച്ചതും എല്ലാം എൻ്റെ അനുഭവങ്ങളാണ്.
നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ഏകാന്തതയിൽ ആരും കൂടെയില്ലെന്ന് തോന്നുമെങ്കിൽ ഇതാ ഞാൻ പറയുന്നു, ഞാനും ആ വഴിയിലൂടെ സഞ്ചരിച്ചവളാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് എനിക്ക് അതിജീവിക്കാൻ കഴിഞ്ഞെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും സാധിക്കും. ഒടുവിലായി നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ താക്കോൽ മറ്റാരുടെയും കൈകളിലല്ല, അത് അള്ളാഹുവിൻ്റെ കൈകളിലാണ്. ഇന്നലകളിൽ നിങ്ങൾ അനുഭവിച്ച വേദനകൾക്കും ഒറ്റപ്പെടലിനും ഇന്നൊരു വിരാമമിടാൻ തീരുമാനിക്കുക. പടച്ചവനിൽ അർപ്പിച്ച ആ വിശ്വാസം കൈവിടാതെ ചെറിയൊരു ചിരിയോടെ പുതിയൊരു പ്രഭാതത്തിലേക്ക് കണ്ണു തുറക്കൂ. ഓർക്കുക, നിങ്ങളെ ഏറ്റവും നന്നായി അറിയുന്ന, നിങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്നവൻ പടച്ചവനാണ്. അതുകൊണ്ട് തളരാതെ പതറാതെ മുന്നോട്ട് നടക്കുക. നിങ്ങളുടെ ജീവിതം മനോഹരമാണ്. അത് ആസ്വദിക്കാനും പടച്ചവനോട് നന്ദി പറയാനും ഉള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുമിച്ച് അതിജീവിക്കാം. നല്ലൊരു നാളെയെ വരവേൽക്കാം. എല്ലാവർക്കും നല്ലൊരു സമാധാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.